Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay, we can start. Who is going to do prayer? Ma'am, ഞാൻ prayer പറയാം. O God, true origin of all knowledge, bless our studies which we offer to you, enlighten our minds, strengthen our memories, and direct our wills towards what is right. Grant us light to see truth always, and make us truly wise. Thank you, God. Okay, so what's next? മാം ഞാൻ സൈൻ ഇൻ ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഞാനിന്ന് ചെറിയൊരു ആക്ഷൻ സോങ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ചെയ്താൽ നന്നായിരിക്കും. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ഓൾ ഓഫ് യു. ആൻഡ് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓണാക്കാൻ നന്നായിരിക്കും. എനിക്ക് എക്സ്റ്റേണൽ ക്യാം ആയതുകൊണ്ട് ഞാൻ എണീക്കും, ക്യാമറയും കൂടെ എടുത്തോണ്ട് എണീക്കും. മാം വിളിക്കണ്ട, ഞാൻ ബാക്കിയുള്ളവരോടാ പറഞ്ഞത്. ചെറിയൊരു റിഫ്രഷ്മെന്റ്. കാണുന്നില്ലേ മാം? Make a circle, big, 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 small, 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 big, big, big. Make a circle, small, small, small. Say hello, hello, hello. Make a circle, round and round, round and round, round and round. Make a circle, round and round. Say hello, hello, hello. Make a circle, up, 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 down, 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 up, up, up. Make a circle, down, 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 see, down. Thank you. And this is time for our new session of class. And I welcome all of you, our beloved facilitator, Jisha ma'am, and all other my friends. Wish you all good luck, good day, and good time. Let's start our class. Welcome all of you. Good morning. This is Najla signing. Nice sign in and Nityan Thought join. for the day, ma'am. Okay. Darkness cannot drive out darkness. Only light can do that. Hate cannot drive out hate. Only love can do that. Martin Luther King. Okay, fine. So everyone can practice the signing. Okay, please. നിങ്ങളോടൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. 30 seconds തുടങ്ങി 5 minutes, അതായത് മിനിമം 30 seconds, മാക്സിമം 5 minutes ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ആ രീതിയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ബാച്ചിലൊരു കുട്ടി ബട്ടണിങ്, കുട്ടിയെ കൊണ്ട് ബട്ടണിങ്ങും അത് ഊരാനും ഇടാനും ആ ഒരു രീതിയിൽ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അങ്ങനെ കുറെ വീഡിയോസ് നമുക്ക് നമ്മളുടെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. നമ്മളുടെ ഒരു ആക്ഷൻ സോങ് അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള സാറിന്റെ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ബാച്ചിനോടൊക്കെയാണ് ആദ്യം ചെയ്യാൻ പറയുന്നത്. അപ്പൊ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ, ഞാൻ നമ്പർ തരാം. ലിമി ഉണ്ടോ ക്ലാസ്സിൽ? ലിമി മെച്ചു ലിജിന്നല്ലേ? ലിജിന്നാണോ? അല്ല, കഴിഞ്ഞ ദിവസം എന്തോ ക്ലാസ്സസ് ഒന്നും കിട്ടുന്നില്ല ആ ഒരു രീതിയിൽ പറഞ്ഞില്ലായിരുന്നോ? ലിജിയായിരുന്നോ? ലിമിന്നാട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ആ കുട്ടിയോട് ഈ ക്ലാസ്സിലില്ലെങ്കിൽ എന്തായാലും റെക്കോർഡ് ക്ലാസ് കേൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. വേറൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു.
അതിന് അസൈൻമെന്റ്സ് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നോ? എന്താ പറഞ്ഞിരുന്നത്? ഞാൻ മറന്നു. ആ കുട്ടിക്ക് ക്ലാസ്സസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും കിട്ടുന്നില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ വേറൊരു ന്യൂ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കാൻ പറയൂ. എന്നിട്ടും ഇല്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, സോ വേറെ നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നോ PG ക്ലാസ്സിൽ? കുറച്ച് പേരുണ്ടായിരുന്നു. PG ക്ലാസ് സ്പ്ലിറ്റ് ചെയ്തു, അങ്ങനെ മനസ്സിലായല്ലോ. ആ, ലിമിയാണ്, ഇജി അല്ല. അതെ, ലിമി മെജു ജോയിന്റ്. ലിമി അല്ല, ലിമി അല്ലേ? ഹലോ മാം. ആ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ലാന്ന്? അതെ. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടിനോട് ചോദിച്ചപ്പോ പറഞ്ഞത് പുതിയൊരു മെയിൽ ഐ ഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എനിക്ക് നമ്പർ തന്നാൽ മതി, ഞാൻ അവർക്ക് കൊടുത്തോളാം. ഇനിയിപ്പോ ഇമെയിൽ ഐ ഡി മാത്രം മതി മാം. ഫോൺ നമ്പർ വെച്ച് ഞാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഫോൺ നമ്പർ. അപ്പൊ ഇത്ര നാൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇമെയിൽ ഐ ഡി ചോദിക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല, പാസ്വേഡ് മാത്രമാണ് എനിക്ക് പറ്റാത്തുള്ളൂ, ഞാൻ കേറുന്നില്ല. ഇത്ര നാൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയത്. അന്ന് 2 ആഴ്ച മുമ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികള്. അപ്പൊ അതോട് കൂടിയിട്ടാണ് എനിക്ക് പോയത്. എനിക്ക് നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കോ, ഷെയർ ചെയ്തേക്കോ എങ്ങനെയെങ്കിലും ഫോൺ നമ്പർ ഞാൻ അവർക്ക് കൊടുക്കാം. അത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിസ്സിന് ഞാൻ അയച്ചു കൊടുക്കാം. ഞാൻ എങ്ങനെയാ മിസ്സിന്റെ നമ്പർ എങ്ങനെയാ എങ്ങനെ തരാൻ പറ്റിയ? എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നല്ലോ. വോയിസ് ഇങ്ങനെ ഇതാകുന്നു. അതിവിടെ കുട്ടീനെ പുറകിക്കൊണ്ടിരിക്കുന്ന ആശുപത്രിക്ക് പോയിട്ട് വന്നതാ. വിചാരിച്ചു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഇതാ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടേ. ഓക്കെ മിസ്. എന്റെ നമ്പറിലേക്ക് ലിമിയെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഒന്ന്. സുഖമില്ലേ? ഇല്ല, ഇവിടെ 2 ആഴ്ചയായിട്ട് പനി നടന്നുകൊണ്ടിരിക്കുകയാണ്, മാറിയിട്ട്. അതാണ് ഞാൻ ഇപ്പൊ യൂട്യൂബ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേർക്ക് 2 പേർക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുള്ളൂ രാവിലെ. അപ്പൊ വിട്ട് മാറുന്നില്ല, ഒന്ന് മാറുമ്പോ ഒന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിപ്പോ അടുത്തത് വന്നോണ്ടിരിക്കുക തലവേദന വെച്ചിട്ട്. ഞാൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്, എനിക്ക് കേൾക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ അതാണ് ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പൊ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അസൈൻമെന്റും അങ്ങനെ വർക്കുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. റെസ്റ്റ് ചെയ്തു കേട്ടോ. ഓക്കെ മാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്, എനിക്ക് കേൾക്കാനല്ലേ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്യണത് തന്നെ. മദീനത്ത് നിങ്ങളുടെ കുട്ടിയോട് പറഞ്ഞതാട്ടോ മിസ്സേ, സോറി. മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ശരി മിസ്സേ. ഓക്കെ. സോ വേറെ നമ്മളോട് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ? എന്നാണ് എനിക്കൊരു ഓർമ്മ. മോണ്ടിസോറി സാറിന്റെ നമ്പർ തന്നില്ല. ആരുടെ നമ്പർ? സാറിന്റെ നമ്പർ തരാന്ന് പറഞ്ഞില്ലായിരുന്ന? യെസ്, നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ അല്ലേ? അതെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. കാരണം ഫസ്റ്റ് ബാച്ചിന് ആദ്യം കൊടുത്ത് അങ്ങനെ ഓരോ ബാച്ചിനായിട്ട് ഞാൻ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോ എന്നെ ഒന്ന് ഓർപ്പിക്കോ, ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. ഒരു മിനിറ്റ് ഞാൻ ഷെയർ ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് ഞാൻ നമ്പർ തരാം. നമ്മൾ യൂണിറ്റ് 7 ഫ്രീഡം വരെ എടുത്തായിരുന്നു മാം. ഓക്കെ. ഞാൻ സാറിന്റെ നമ്പറും കൂടി ഇട്ടേക്കാം, സേവ് ചെയ്ത് വെച്ചോ. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ.
എന്റെ നമ്പറാണ് ആദ്യം ഇട്ടിരിക്കുന്നത് കേട്ടോ, മാറിപ്പോരുത്. സാറിന്റെ നമ്പറിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. 30 സെക്കൻഡ്സ് തുടങ്ങി 5 സെക്കൻഡ്സ് വരെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മുഴുവൻ കുട്ടികളുടെ മാത്രമാവരുത്, നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലും ഒക്കെ ആവണം ആക്ടിവിറ്റി. നമ്മൾക്ക് എന്താ അവരെ കൊണ്ട് ആക്ഷൻ സോങ്സ് ചെയ്യിപ്പിക്കാം, മാസ്ക് വെച്ചിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എടുക്കുമല്ലേ, അതിൽ കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞു തരും. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് നമ്മുടെ കിച്ചണാണ്, കുട്ടികളെ ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുന്നത്, കണ്ടെയ്നറിലെ പൾസസ് കടല പോലുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള ഓരോന്നും പ്രാക്ടീസ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. 5 minutes മാക്സിമം വീഡിയോ, അതിൽ കൂടരുത്. നല്ല ക്ലിയർ വീഡിയോ ആയിരിക്കണം, ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, വീഡിയോയിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, അതുപോലെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ? ആക്ഷൻ സോങ് മാത്രമാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാനൊക്കെ അറിയാവുന്നവര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സോ വീട്ടിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ നമ്മള് സ്കൂളിൽ പ്രാക്ടീസിന് പോയപ്പോ അവിടെ ചെയ്യിച്ച ആക്ടിവിറ്റീസ് ചിലതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാവോ? തീർച്ചയായിട്ടും ചെയ്യാലോ, ഓക്കെ. ചെയ്യാം. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മള് ഒറ്റയ്ക്ക് ചെയ്യുന്ന രീതിയിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ചെയ്ത വീഡിയോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല നല്ല രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, എല്ലാരും ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മുടെ PGയുടെ ക്ലാസ്സിൽ സുജാത എന്ന് പറഞ്ഞ MT3 കുട്ടി ഷെയർ ചെയ്തത് ഓർമ്മയില്ലേ? അത് ടീച്ചിങ് പ്രാക്ടീസിന് ലെറ്റർ കൊടുക്കാൻ പോയ സമയത്ത് ഇന്റർവ്യൂവിന് വന്നവരോട് ആക്ഷൻ സോങ് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ഭയങ്കര ഷൈ ആയി, അതിന്റെ കോൺഫിഡൻസേ പോയി, ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവരുത്. സോ അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫെമിലിയർ ആയിട്ടുള്ള സോങ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഇഫ് യു ഹാപ്പി ആൻഡ് ഡു നോട്ട് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, അത് പിന്നെ അതിന് ബിങ്കോ, അങ്ങനെ ഒരു നഴ്സറി റൈം ഇല്ലേ, കുറെ നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള നഴ്സറി റൈംസ് കിട്ടും. സോ നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് പറയുന്നത്. ആക്ച്വലി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ഏരിയാസിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും ഈ 5 ഏരിയാസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെല്ലുന്ന സ്കൂളില് അവർ പറയും ഇന്ന പോർഷൻസ് പഠിപ്പിക്കണം എന്ന്. അപ്പൊ നമ്മളുടെ ഈ 5 ഏരിയാസുമായിട്ട് കണക്ട് ചെയ്ത് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നമുക്കും ഹെൽപ്ഫുൾ ആണ്, ആ കുട്ടികൾക്കും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ 5 ഏരിയാസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. നമ്മളുടെ 5ാമത്തെ റെക്കോർഡ് ഉണ്ടല്ലോ, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഏരിയയും കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. 5 ഏരിയയിലും യൂസ് ചെയ്യുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. അപ്പൊ ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. നമ്മുടെ വീട്ടിലെ കിച്ചൺ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അവിടെ കുട്ടികള് ജഗ്ഗില് വാട്ടർ ഫിൽ ചെയ്യുന്നത്, വാട്ടർ പോറിങ്, അതൊരു ആക്ടിവിറ്റിയാണ് അവർക്ക്. മോപ്പ് ചെയ്യുക, തുടയ്ക്കുക ഇൻ ദി സെൻസ് ചെറിയ നാപ്കിൻസ് ഒക്കെ വെച്ചിട്ട് ടേബിള് അങ്ങനെയുള്ളത്, പിന്നെ പാത്രങ്ങൾ കഴുകിക്കൊണ്ട് വന്നിട്ട് അത് ഡ്രൈ ആക്കാൻ വേണ്ടി തുടയ്ക്കില്ലേ, അപ്പൊ അതെല്ലാമാണ് അവിടെ വരുന്നത്. പിന്നെ നാപ്കിൻ ഫോൾഡ് ചെയ്യുക, അൺഫോൾഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില മാറ്റ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നിറയുള്ള സാധനമാണ് മാറ്റ്, MAT മാറ്റ്, അല്ലെങ്കിൽ റഗ്. നമ്മൾ ചവിട്ടിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സംഭവം തന്നെ, അത് കുറച്ചുകൂടെ ഇതിന് മാത്രം യൂസ് ചെയ്യുന്ന മാറ്റുകൾ. ഇപ്പൊ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ യോഗ മാറ്റ്. ചില മാറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ, നമ്മൾ അതിന് എന്താ ചെയ്യാപ്പോ? ഫോൾഡ് ചെയ്യാൻ പറ്റും. യോഗ മാറ്റ് ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യാറ്? റോൾ ചെയ്ത് വെക്കും. അപ്പൊ ഫോൾഡിങ്, അൺഫോൾഡിങ്, റോളിങ്, അൺറോളിങ് ഒരു പ്രാക്ടീസ് ആണ് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില്. നാപ്കിൻസ് ഫോൾഡ് ചെയ്യാൻ കുട്ടികൾ പഠിക്കും. നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യിക്കുമ്പോൾ ക്ലോത്ത്സ് ഫോൾഡ് ചെയ്യാൻ അവരെ പഠിപ്പിക്കാം അല്ലെ. നമ്മളുടെ ഒരു ഇതില് നമ്മൾ കിച്ചണിൽ അധികം യൂറോപ്യൻ കൺട്രീസിൽ അവർക്ക് ഡൈനിങ് ടേബിളിലൊക്കെ നിറയെ നാപ്കിൻസ് ആയിരിക്കും. അവർ ഡിഷ് പ്ലേറ്റ് വെക്കുന്നത്, ഓരോന്ന് വെക്കുന്നതെല്ലാം നാപ്കിൻസിലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, കഴിക്കാൻ നേരത്ത് അവരുടെ ലാപ്പില് നാപ്കിൻ ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് വിരിക്കും. പിന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ബിബ് പോലെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ യൂറോപ്യൻ കൺട്രീസിൽ. അവര് വെള്ളത്തെക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടിഷ്യൂസും നാപ്കിൻസും ആണ്. സോ അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി ഒരു യൂറോപ്യൻ കൺട്രി
ഇറ്റലിക്കാരിയാണല്ലോ. സോ അവരുടെ ഒരു കൾച്ചർ രീതികൾ അനുസരിച്ച് നാപ്കിൻസ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാറ്റും. ഈ മാറ്റ് എന്തിനാന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാല് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇപ്പൊ കുറെ മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മെറ്റീരിയൽസ് കുട്ടി തന്നെ പോയി ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. ഷെൽഫ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഷെൽഫാണ്. ഓപ്പൺ ഷെൽഫാണ്. ഒന്നും ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഷെൽഫ് അല്ല. അപ്പൊ ഓരോ ഏരിയകൾക്കും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ പറഞ്ഞതല്ലേ, അതുപോലെ ലാംഗ്വേജ് ഏരിയ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഏരിയ ഉണ്ട്, സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയ ഉണ്ട്, സെൻസോറിയൽ ഏരിയ ഉണ്ട്. ഓരോ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഏരിയയിലും അതിൻ്റെതായ മെറ്റീരിയൽസ് ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ അവരുടെ ചോയ്സാ. നമ്മളായിട്ട് ഒന്നും എടുത്തു കൊടുക്കോ ഇത് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ കൊടുക്കില്ല. അവർക്ക് എന്താണോ ഇഷ്ടം അത് പോയി അവർ ഷെൽഫിൽ നിന്ന് എടുക്കും. എടുത്തോണ്ട് വന്നിട്ട് അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവര് പോയിട്ട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ക്ലാസ് റൂം ആണ്. അതിന്റെ കോർണേഴ്സിലും സൈഡിലും എല്ലാം നിറയെ മാറ്റ് ഇരിക്കുന്നുണ്ടാവും. ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് പോയിട്ട് ആ മാറ്റ് ഒരെണ്ണം എടുത്തോണ്ട് വന്ന് ഫോൾഡിങ് ടൈപ്പ് ആണെങ്കിൽ അത് അൺഫോൾഡ് ചെയ്യും. അൺഫോൾഡ് ചെയ്ത് നിലത്ത് അൺഫോൾഡ് ചെയ്ത് വിരിക്കും. അല്ലെങ്കിൽ ചെറിയ ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളിന്റെ മുകളിൽ അൺഫോൾഡ് ചെയ്ത് വിരിക്കും. റോളിംഗ് ആണെങ്കിൽ അൺറോൾ ചെയ്ത് വെക്കും. ഏതാന്ന് വെച്ചാൽ അപ്പൊ അത് ആ ഒരു ആക്ടിവിറ്റി മനസ്സിലോർക്കുക. എന്നിട്ട് ഈ മെറ്റീരിയൽ കൊണ്ടുവന്ന് ഈ മാറ്റിന്റെ മുകളിലാണ് വെക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസിനും റെസ്പെക്ട് കൊടുക്കുക. മെറ്റീരിയൽസിനെ അത്ര വളരെ സൂക്ഷിച്ച് അവർ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, അത് മാത്രമല്ല ചില മെറ്റീരിയൽസ് ചിലപ്പോൾ ഇങ്ങനെ ഉരുണ്ടു പോകുന്ന ടൈപ്പ് ഉണ്ടാവില്ലേ, സ്ഫിയർ ബോള് പോലത്തേക്ക് ഉള്ളത്. മാറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ അത് ഉരുണ്ട് പോകില്ല. നോക്കുമ്പോൾ ഒരു കുട്ടി എല്ലാ എൻവയോൺമെന്റിൽ നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറേ കുട്ടികൾ ചുറ്റും ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി ചെയ്യുന്ന മെറ്റീരിയൽ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഉരുണ്ടുപോയി അടുത്ത കുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ. അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഈ രീതിയിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ലിമിറ്റഡ് സ്പേസിൽ അവര് ആക്ടിവിറ്റി ചെയ്യും. ആ മാറ്റ് ഇരിക്കുന്ന ആ ഒരു സ്പേസ് അല്ലേ, നമ്മളുടെ വീട്ടില് കുട്ടികൾ കളിക്കാൻ പൊതുവെ ടോയ്സ് എടുത്ത് കളിക്കുമ്പോ എന്താ ഒരു റൂം മുഴുവനും ആ സാധനമായിരിക്കും അല്ലെ. കട്ടില്ല, നിലത്ത് നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ചവിട്ടും, വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെന്ന് വെച്ചാൽ ആ മാറ്റ് എത്രയുണ്ടോ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മാറ്റ് അല്ലേ ബാത്റൂമിന്റെ ഒക്കെ ഫ്രണ്ടില് നമ്മൾ ഉപയോഗിക്കുന്ന ആ വലിപ്പമുള്ള മാറ്റ്, അത്രേ ഉണ്ടാവുള്ളൂ ഈ മാറ്റ്. അത്രയും ലിമിറ്റഡ് സ്പേസിലിരുന്ന് അവരത് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ തന്നെ അവരുടെ ഉള്ളിലൊരു ഓർഡറും ഡിസിപ്ലിനും ഒബീഡിയൻസും ജനറേറ്റ് ചെയ്യുക. അതായത് അവർക്ക് എന്താ പറയാ ലാവിഷ് ആയിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ലിമിറ്റഡ് ആയിട്ട് വേണ്ടുന്നത് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ നീഡ്സിനനുസരിച്ച് മാത്രം, ആവശ്യമായ നീഡ്സിനനുസരിച്ച് മാത്രമുള്ള കാര്യങ്ങൾ. അത് സ്പേസ് ആണെങ്കിലും ശരി, മെറ്റീരിയൽസ് ആണെങ്കിലും ശരി, ഫ്രീഡം ആണെങ്കിലും ശരി, ആ രീതിയിൽ കുട്ടികൾ ഇരുന്ന് ചെയ്യും. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മാറ്റ്സ് അല്ലെങ്കിൽ റഗ്, നാപ്കിൻസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. അപ്പൊ ഇത് ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അവർ ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും പഠിക്കും. റോൾ ചെയ്യേണ്ട ടൈപ്പ് ആണെങ്കിൽ റോൾ ചെയ്യാനും അൺറോൾ ചെയ്യാനായിട്ട് പഠിക്കും. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ അശ്വതി മിസ് ആണ് എടുക്കും. പ്രാക്ടിക്കൽ നമ്മുടെ മോഡ്യൂൾ 3 വരുമ്പോൾ മാം അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കും. നിങ്ങളോട് ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കാനൊക്കെ പറയും ക്ലാസ്സിൽ, അല്ലെങ്കിൽ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് പറയും. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പൊ കുട്ടികളെല്ലാം അത് ഒരു ഡിസിപ്ലിനോട് കൂടി ചെയ്യും. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല ഒരു കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നു. പിന്നെ നമുക്ക് വരുന്നത് സെൻസോറിയൽ ഏരിയ ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് കുട്ടി ഡ്രസ്സിങ് പഠിക്കുന്നത്. ഡ്രസ്സ് ഇടാനും ഊരാനും ഷൂ കെട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ബാഗ് ഓപ്പൺ ചെയ്യാനും, പൗച്ച് ഉണ്ടെങ്കിൽ പൗച്ച്, സിബുള്ള പൗച്ച് ആണെങ്കിൽ സിബ് ഓപ്പൺ ചെയ്യാനും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇടുന്ന അവൈലബിൾ മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയിലൊരു ഡിസിപ്ലിൻ ഫോം ചെയ്യുക. കാരണം അവന്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, സ്പേസ് ഉൾപ്പെടെ. അപ്പം അവൻ എല്ലാം കെയർ ചെയ്യും. കെയർ ഓഫ് പേഴ്സൺ, അവനെ തന്നെ കെയർ ചെയ്യും, എൻവയോൺമെന്റിനെ കെയർ ചെയ്യും. എല്ലാ സാധനങ്ങളും വാരി വലിച്ച് പുറത്തേക്ക് ഇട്ടില്ല, എൻവയോൺമെന്റ് കെയർ ചെയ്യും. അത് മാത്രല്ല മറ്റുള്ളവരോട് ഒരു വളരെ സ്നേഹത്തോടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആ ഒരു രീതിയിൽ പെരുമാറും. ഓക്കെ, സോ അതൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കുട്ടികൾക്ക് കിട്ടുന്നത്. നമ്മളായിട്ട് അവരെ അടിച്ച് നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞൊന്നുമല്ല അവർക്ക് കിട്ടുന്നത്. അതെല്ലാം
ഗ്രാജുവലി അവരിൽ വരും. ദെൻ സെൻസോറിയൽ ഏരിയ വരും. സെൻസോറിയൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് വി ഹാവ് 5 സെൻസസ്. ആ സെൻസസ് വളരെ ഷാർപ്പായിരിക്കും കുഞ്ഞുങ്ങളിൽ. അപ്പൊ അത് നല്ല പോലെ ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ടച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ, വെയിറ്റ് മനസ്സിലാക്കേണ്ടത്, ചൂട് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻസ്. ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചൂടും വരാം തണുപ്പും വരാം അല്ലെ. നല്ല ചൂടും വരാം, ചെറിയ ചൂട് വരാം, ഭയങ്കര കോൾഡ് എന്നുള്ള അവസ്ഥയും വരാം. അങ്ങനെ പല രീതിയിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. പിന്നെ സെൻസോറിയൽ ഏരിയയില് ലിസണിങ്, അവർക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്, സ്മെല് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉണ്ടാകും. പിന്നെ വിഷ്വൽ ഇഫക്റ്റ് ഭയങ്കര ഇതാണല്ലോ, കണ്ട് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ ഈ സെൻസോറിയൽ ഏരിയയിൽ വരും. ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് വരുന്നത് സെൻസോറിയൽ ഏരിയയിലാണ്. ദെൻ കംസ് മാത്തമാറ്റിക് ഏരിയ. മാത്തമാറ്റിക് ഏരിയയിലെ കുട്ടികൾ എന്തൊക്കെയായിരിക്കും ഇനീഷ്യലി അവർ എന്തായിരിക്കും പഠിച്ചു തുടങ്ങുന്നത്? എന്തായിരിക്കും? യെസ്, കൗണ്ട് ചെയ്യണതിന് മുമ്പ് നമ്പർ ഫെമിലറൈസേഷൻ വേണം അല്ലെ. 1 പറഞ്ഞ എന്താണ് അത് അവർ മനസ്സിലാക്കണം. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ കൗണ്ട് ചെയ്യാനായിട്ട് വേണ്ടുന്ന ബീഡ്സ് ഉണ്ടാകും, കാർഡ്സ് ഉണ്ടാകും, പലതരം ഷേപ്സ് ഉണ്ടാകും. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ മെറ്റീരിയൽസും നാച്ചുറൽ തിങ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വുഡൻ, ഗ്ലാസ്, അല്ലാതെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് ഒന്നും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഇല്ല. ഒരു ഏറ്റവും അധികം അത് നാച്ചുറൽ ആയിട്ട് വുഡൻ മെറ്റീരിയൽസ് ആണ് കൂടുതലും. അത് നല്ല ഫൈൻ വുഡൊക്കെ ആയിരിക്കും, നല്ല പോലെ കളർഫുൾ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ പെയിന്റ് ഒന്നും അങ്ങനെ പോകില്ല, അതുപോലത്തെ ക്വാളിറ്റി ഉള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും ഇതിന് അപ്ഡേഷൻ നടക്കുന്നുണ്ട്, ഇതിന്റെ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഈവൻ ദോ മറിയാ മോണ്ടിസോറി തന്നെ ഫസ്റ്റ് ക്ലാസ് റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുട്ടികൾ വന്നപ്പോൾ കുട്ടികൾക്കനുസരിച്ച് വീണ്ടും അവിടെ ചേഞ്ചസ് പലതും വരുത്തുന്നുണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടും ആക്സിഡന്റലിയും പല ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് മാറ്റി. ആദ്യമൊക്കെ ക്ലോസ്ഡ് ഷെൽഫ് ആയിരുന്നു, ഫെസിലിറ്റേറ്റർ വന്നിട്ടാണ് ഓരോന്ന് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ അത് പറഞ്ഞിരുന്നു തോന്നുന്നു, കാൻറ്റിഡ എന്ന് പറഞ്ഞ ഫെസിലിറ്റേറ്റർ ഒരു ദിവസം ഷെൽഫ് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി, വൈകിട്ട് പോവാന്ന് അർത്ഥം. സോ അങ്ങനെ സംഭവിച്ചതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പിറ്റേ ദിവസം അവർ വരാനും ലേറ്റ് ആയി. അപ്പൊ വരുന്നുള്ള കാഴ്ച ഷെൽഫ് തുറന്നു കൊടുന്നപ്പോൾ കുട്ടികളെ പോയി അത് എടുത്തുകൊണ്ട് വന്ന് അവർ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി. കുട്ടികളെ സ്റ്റീൽ ചെയ്തു, മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞപ്പോൾ മറിയാ മോണ്ടിസോറി അവരെ സമാധാനിപ്പിക്കുവാണ്. കാരണം അവിടെ ഒരു ഫൈറ്റിംഗ് വരുവാണ്. കുട്ടികളുടെ ചോയ്സ്, അവരുടെ ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് ചൂസ് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മളല്ല. അപ്പൊ അവരുടെ ഇന്റേണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർ പോയി എടുക്കുന്നു. അങ്ങനെയാണ് ഷെൽഫുകൾ പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയത്. അങ്ങനെ ഓരോരോ ഇൻസിഡന്റ് സംഭവിക്കുന്നതിനനുസരിച്ച് മോഡിഫിക്കേഷൻ മറിയാ മോണ്ടിസോറി ഉള്ള സമയങ്ങളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ മീൻസ് കൂടുതൽ മെറ്റീരിയൽസും ടോയ്സ് പോലെ ഇരിക്കുന്നതും ആ രീതിയിലൊക്കെ പല രീതിയിലും പലര് മിക്സഡ് വേർഷൻ ആയിട്ടൊക്കെ ഈ പ്രീ സ്കൂൾ നടത്തുന്നുണ്ട്, KG കുട്ടികളെ നോക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ സെൻസോറിയൽ ഏരിയയിൽ അതാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് അതിൽ വരും. കാരണം 5 സെൻസസിനെ ആക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വേണമല്ലോ. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ നമ്മളിപ്പോ പറഞ്ഞത് കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ. പിന്നെ എന്ത് വരും അത് കഴിയുമ്പോഴേക്കും? എന്താ നമ്മൾ പഠിപ്പിക്കുക? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അപ്പൊ കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും ഒക്കെ ആകുമ്പോഴേക്കും അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ശരിക്കും ചെറിയ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒന്നും KGകളിൽ ചെയ്യിക്കുന്നില്ല അല്ലെ, ശരിയല്ലേ? ഏതാ കേട്ടില്ല? നമ്പർ മിസ്സിങ്, ഇടയിലിടയിൽ നമ്പർ മിസ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. പക്ഷെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അവരെ പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ നമ്പേഴ്സിന്റെ കേട്ടോ, അതിനുള്ള മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ഫ്രാക്ഷൻ സെറ്റ്സ് പഠിപ്പിക്കും. ഹ്യൂമാനിറ്റി എന്നുള്ള ക്വാളിറ്റി കുട്ടികളിൽ വരുന്നതാണ് മറിയാ മോണ്ടിസോറിയുടെ ഒരു കണ്ടുപിടുത്തം. നമ്മൾ കേക്ക് ഒക്കെ മുറിക്കുമ്പോൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യില്ലേ, അത് അവര് ഫ്രാക്ഷൻ സെറ്റ്സ്, അതങ്ങനെയാണ് ഫ്രാക്ഷൻ സെറ്റ്സ്. കേക്ക് മുറിക്കുന്ന പോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു സർക്കിളിനെ ഈക്വൽ 3 പാർട്സ് ആക്കുക, ഈക്വൽ 4 പാർട്സ് ആക്കുക,
ഹാഫ് ആക്കുക. അപ്പൊ അങ്ങനെ ഈക്വൽ പാർട്സ് ആയിട്ട് അതിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് അവിടെ വരും. അപ്പൊ ഷെയറിങ് സമയത്ത് ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് അവര് കേപ്പബിൾ ആവും. അങ്ങനെ ഡെസിമൽ ഫ്രാക്ഷൻ അതിനെ കുറിച്ചൊക്കെ ചെറിയൊരു ഐഡിയ അവർക്ക് ആ ഒരു ഇത് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരും. ദെൻ ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് ഏരിയയിൽ നമ്മൾക്ക് എന്തൊക്കെയായിരിക്കണം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നത്? മീൻസ് അവരെന്തൊക്കെ പഠിക്കും? സ്പീക്ക് ചെയ്യാൻ. സ്പീക്കിംഗ്, പിന്നെ റീഡിങ്, റൈറ്റിംഗ്, ആൽഫബറ്റ്സിന്റെ ഫെമിലറൈസേഷൻ അല്ലെ, അതിന്റെ കേർവ് എങ്ങനെയാണ്. സ്മോൾ ലെറ്റർ ആവുമ്പോഴാണ് ഈ കേർവ്സ് കൂടുതൽ വരുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആകുമ്പോൾ കേർവ്സിനേക്കാളും സ്ലാൻഡിങ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെയുള്ള ലൈൻസ് ഒക്കെയാണ് കൂടുതലും അല്ലെ. അപ്പൊ അതുപോലെ ഇവര് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവിടെ വരുവാണ്. ഇംഗ്ലീഷ് ആണ്. റീഡിങ്, റൈറ്റിംഗ്. അപ്പൊ റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ട്. അതിന് മുമ്പ് കൈ നല്ല വഴങ്ങാൻ വേണ്ടിയിട്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്നുള്ള രീതിയിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരാദ്യം അവർക്ക് ശരിക്കും എക്സ്പ്ലോഷൻ പോലെ വരുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ആദ്യം ഇവർക്ക് ശരിക്കും റൈറ്റിംഗ് ആണ് വരുന്നത്. കുട്ടികൾ ആദ്യം കുത്തിവരയ്ക്കല്ലേ തുടങ്ങുന്നേ, കുറെ കഴിയുമ്പോഴാണ് അവർ നോക്കി വായിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കും. നെക്സ്റ്റ് വരുന്നതാണ് സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയ. സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയയില് ചില മോണ്ടിസോറി സ്കൂളുകളിൽ പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടാവും. കുട്ടികൾക്ക് അനിമൽസിന് ആയിട്ടത്. അപ്പോ പറ്റുന്ന പെറ്റ്സിനെയല്ലേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. ബാക്കി പെറ്റ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗാർഡൻ ഉണ്ടാകും, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകും, അല്ലാത്ത ഗാർഡൻ ഉണ്ടാകും, അവിടെ ബട്ടർഫ്ലൈ വരുന്നുണ്ടാകും. അതൊക്കെ ഇവര് ഒബ്സർവ് ചെയ്യാനായിട്ട് പോകും. പിന്നെ വാട്ടർ പ്ലേ ഉണ്ടാകും, വെള്ളത്തിൽ കളിക്കാൻ. പിന്നെ സാൻഡ് പിറ്റ്, പിന്നെ അതില് ചാടി കളിക്കാനും മണ്ണ് കാലുകൊണ്ട് കുഴയ്ക്കാനും അങ്ങനത്തെ രീതിയൊക്കെ അവർ ചെയ്യും. ചെടി നടും, അങ്ങനെ ചെടികളെ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരും. പിന്നെ കൂടുതലും അവിടെ പിക്ചേഴ്സ് ആണ്. കാരണം നമുക്ക് എല്ലാം അവിടെ റിയൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. സോളാർ സിസ്റ്റം, ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. പിക്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ആണ് സയൻസ്. പിന്നെ അതുപോലെ മ്യൂസിക് കോർണർ ഉണ്ടാകും. അവിടെ ഡ്രംസ് ഉണ്ടാകും, ജാസ് ഉണ്ടാകും, സെലോഫോൺ ഉണ്ടാകും. പിന്നെ വാട്ടർ നിറച്ചിട്ടുള്ള ഒരു സ്ട്രിങ് അല്ലെ, അങ്ങനെ ഒരു മ്യൂസിക് നോട്ടൊക്കെ ഇല്ലേ കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ട്രംപറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കൂൾ. ഇതൊക്കെയാണ് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുള്ള ഏരിയകളും അതിൽ വരുന്ന മെറ്റീരിയൽസും. ഇനി പ്രാക്ടിക്കൽ സെക്ഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ടുള്ള ക്ലാസ് റൂംസ് ഒന്നുമില്ല. എല്ലാ ഏരിയയും ഓപ്പൺ ആയിട്ട് കിടക്കുക. ഇവിടെ കുറെ വരാന്താസ് ഉണ്ടാകും. പുറത്തെ ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്തകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. ഒരു കുട്ടിക്ക് ഒരു കോർണറിൽ നിന്ന് എണീറ്റ് അതിന് പുറത്ത് പോകണം, ഗാർഡനിൽ പോകണം, വളരെ ഈസി ആയിട്ട് തന്നെ ആ വരാന്തയിലൂടെ നടന്നു പോകാനായിട്ട് പറ്റും. ആ രീതിയിലാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഇതിനകത്ത് ഫ്രീഡം അല്ലെ, ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു കുട്ടി ഫ്രീഡത്തിന്റെ ഒരു ഡെഫിനേഷൻ മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ടോ ആരോ വന്നു, ലൈക്ക് മോണ്ടിസോറി സ്കൂളുകളിൽ ഫ്രീഡം വളരെ അധികം കൊടുക്കുന്നു എന്നുള്ളത് കേട്ടവർ വരുവാണ്. അപ്പൊ ആ കുട്ടിയുടെ മറുപടിയാണ് അവർ ചെയ്യുന്ന കാര്യം വളരെയധികം എൻജോയ് ചെയ്യുന്നു, അതുകൊണ്ട് ഫ്രീഡം. നമുക്ക് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ല ഫ്രീഡം എന്നുള്ള രീതിയിൽ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടുത്തെ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ മെറ്റീരിയൽസിന്റെ ഫെമിലറൈസേഷൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ചിലതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ, 10,000 അങ്ങനെയൊക്കെ വരും. അപ്പൊ ഈ വുഡൻ പീസസ് കൊണ്ട് ഉണ്ടാക്കിയ കുറെ ഉണ്ട്. നമ്മളുടെ വീടിനടുത്ത് വല്ല കാർപ്പൻട്രി അത് ചെയ്യുന്നവരുടെ വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കുറെ വേസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമുക്ക് ഒത്തിരി പരിചയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാശ് കൊടുത്താൽ മതിയെങ്കിൽ അവരോട് അതൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ എന്താ പിങ്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്യൂബ്സ് ആണ്, സോളിഡ് 10 ക്യൂബ്സ് ആണ്. ഓരോ ക്യൂബിലും 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെ ഡയമെൻഷനുള്ള 10 ക്യൂബ്സ് ആണ്. അതൊക്കെ ഒരു കാർപ്പൻട്രി ഒക്കെ അത് ചെയ്യുന്നവരോടൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സമയം അനുസരിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ മെഷർമെന്റ് അനുസരിച്ച് അവരുടെ ആ ടൂൾസ് വെച്ച് പെട്ടെന്ന് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മള് ഫ്രീഡം എവിടെ വരെ വായിച്ചു? ഇവരെയായിരുന്നു
എനിക്ക് ഓർമ്മയില്ല. ഫ്രീഡം ഫസ്റ്റ് ഏതാ മുഴുവൻ വായിച്ചോ? ഫ്രീഡം ഫുൾ വായിച്ചായിരുന്നു. ഇനി നമുക്ക് ആ പോയിന്റ്സ് ആണ് വായിക്കേണ്ടത് അല്ലെ. ദർ ആർ ലിമിറ്റ്സ് ടു ഫ്രീഡം വിത്തിൻ എ മോണ്ടിസോറി എൻവയോൺമെന്റ്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നാണ് ശരിക്കും കൊടുക്കുന്നത്. പക്ഷെ അവർ ദേ ആർ എൻജോയിങ് ദെയർ ഫ്രീഡം, ബട്ട് സർട്ടൻ ലിമിറ്റ്സ് ഉണ്ട്. പക്ഷെ അത് ആ ലിമിറ്റ്സ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ആ രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സർട്ടൻ ലിമിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രീഡം പറയുന്നുണ്ട്. അത് ഫസ്റ്റ് 4 റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, അതും കൂടെ ഇൻക്ലൂഡിങ് ദാറ്റ്. ആരാ റീഡ് ചെയ്യാം? മാം ഞാൻ വായിക്കാം. There are limits of freedom within a Montessori environment. 1. Respect for others. The child is free to carry any activity as long as he is not violating the rights of others in the classroom. Second, respect for material. He must be able to work with any material in the classroom until the time he uses it in the correct fashion. He is free to use the materials as exhibited by his teacher or in any other way without disruption to the class or to the environment. 3. Respect to the environment. The child has complete independence within the designed environment as long as he treats all aspects of it with care and respect. He should treat all children and teachers within grace and courtesy. He should care for the physical aspects of it to the best of his ability. മിസ് എന്നെ വിളിക്കണ്ട് അവിടെ, മദർ ഇൻ ലോ. സോറി മാം. No problem, no issue, carry on. Okay, so freedom within limits മോണ്ടിസോറി എൻവയോൺമെന്റില് ഫ്രീഡം ആണെന്നും പറഞ്ഞ് ഭയങ്കര ഫ്രീഡം ഒന്നും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ബട്ട് ദേ ആർ എൻജോയിങ് ദാറ്റ് ഫ്രീഡം ആൻഡ് ദേ ആർ വെരി ഹാപ്പി. ഓക്കെ, ഫസ്റ്റ് വൺ, റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് വീട്ടിലും കുട്ടികൾക്ക് കളിക്കാൻ നിർത്തവരെ നിലത്ത് ഫ്ലോറിൽ ഇരുത്തണ്ടെന്ന് പറഞ്ഞാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു പായ ഇട്ട് കൊടുക്കും അല്ലെ, ആ പായില് ടോയ്സ് ഒക്കെ കൊണ്ടുവയ്ക്കും. അപ്പൊ കുറേ നേരം ആ ഒരു പായിൽ തന്നെ ഇരുന്ന് കളിക്കും. അപ്പൊ ടോയ്സ് ആ ഒരു ഏരിയയിൽ തന്നെ വരും. നമ്മൾ ഇത് അറിഞ്ഞിട്ട് ചെയ്യണതല്ല, ബട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് ചെയ്യും, മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. റെസ്പെക്ട്. അപ്പൊ ഇവന് സ്വന്തമായിട്ട് പോയിട്ട് ഒരു മെറ്റീരിയൽസ് എടുത്ത് ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ വേറൊരു കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് കണ്ട് അത് പിടിച്ചു പറിക്കാനൊന്നും പോകില്ല, കാരണം ഇവന്റെ ഇഷ്ടത്തിന് പോയി ആ മെറ്റീരിയൽസ് എടുക്കുകയാണ്. പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് ഒരു മെറ്റീരിയൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സെറ്റ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആവശ്യമല്ല, 2 or 3 ആ ഒരു രീതിയിൽ സെറ്റ്സ് ഉണ്ടാവും. 10 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കാം. 10 കുട്ടികൾക്കും 3 സെറ്റ്സേ ഉള്ളൂ മെറ്റീരിയൽസ്. ഇത് തന്നെയാണ് വേണം എന്നുണ്ടെങ്കിൽ ഇവരിൽ തന്നെ ആ ഒരു പ്രാക്ടീസ് വരുവാണ്, ഒരാൾ ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ രീതിയിലൊരു ഗൈഡൻസ്, സപ്പോർട്ട് ഫെസിലിറ്റേറ്ററുടെ കയ്യിൽ നിന്ന് കിട്ടും. അവിടെ വാശി പിടിക്കില്ല, അവരിൽ ആ ഒരു ഡിസിപ്ലിൻ, അവരോട് എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഫീൽ എന്തായാലും ഉണ്ടായിരിക്കും അവൻ ചെയ്ത് കഴിയുന്നവരെ. സോ അതാണ് തമ്മിലുള്ള ഒരു റെസ്പെക്ട്. നോ പ്രോബ്ലം സാധുന, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നല്ലതായിട്ട് വായിക്കായിരുന്നു, എനിക്ക് അതേ ഉള്ള ഒരു പ്രശ്നം. ഓക്കെ, സോ അങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ ആ ചെറിയ ഏജിൽ തന്നെ ആ ഒരു എൻവയോൺമെന്റിൽ കുട്ടി പഠിക്കുകയാണ്. ക്ലാസ് റൂമിൽ തന്നെ നമ്മളല്ലാതെ ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ട് വയലന്റ് ആയിട്ട് കുട്ടികളെ കാണാറുണ്ടല്ലേ. നമ്മൾ അതാണ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ പഠിച്ചത്. നമ്മളുടെ പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഇതുപോലെ ക്ലാസ്സിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് ആ തുടക്കത്തിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ മാനേജ് ചെയ്ത്. കാരണം ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാര് കൊടുക്കുന്ന ഒരു പിക്ചർ അങ്ങനെയാണ് ആ കുട്ടികളെ കുറിച്ച്. അവരൊന്നും ശരിയാവില്ല, ആ ഒരു രീതിയിൽ കൊടുക്കും. ചെറിയ കുട്ടികളെ പറയണേന്ന് ഓർക്കണം. പക്ഷെ നമ്മളുടെ എല്ലാരും തന്നെ ട്രെയിനീസ് എല്ലാം നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തു. കാരണം അവിടെ ലവ് എന്നുള്ള ഒരു ഇതുണ്ട് ആൻഡ് റെസ്പെക്ട്. ഓക്കെ, നമ്മൾ ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും അവനൊരു
വ്യക്തിയാണ്, ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് നമ്മൾ പറഞ്ഞാലും അവരനുസരിച്ച് അത് അപ്പൊ തന്നെ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പ്രശ്നം പറ്റാറുണ്ടല്ലേ. വീട്ടിലിപ്പോ കുട്ടികളോടൊന്ന് കടയിൽ പോയിട്ട് വാ, പിന്നെ പോവാം. കുട്ടികളുടെ പൊതുവെയുള്ള മറുപടി അതായിരിക്കും, പിന്നെ പോകാം. ബട്ട് നമ്മളത് തുടക്കത്തിൽ തുടങ്ങി അവർക്കൊരു സ്പേസ് കൊടുത്ത് നമ്മൾ പറയുമ്പോഴേ അവരുടെ ആ ഒബീഡിയൻസ് എന്നുള്ളത് അവർക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു കഴിയും. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണം അത് മാറ്റി വെച്ചിട്ട് അവർ പോകും. പക്ഷെ ഇനീഷ്യലി നമ്മളുടെ പ്രഷറൈസേഷൻ കാരണമായിരിക്കും അവർക്കൊരു ഈഗോ ഉണ്ടാവുമല്ലോ, അത് വർക്കൗട്ട് ആവും, ഇപ്പൊ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് അവര് സ്വയം തീരുമാനിക്കും. പക്ഷെ ആദ്യമേ തന്നെ കുഞ്ഞായിരിക്കുമ്പോ തുടങ്ങി നമ്മൾ അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇമോഷൻസ് മനസ്സിലാക്കി ഒരു സ്പേസ് അവരെ കേൾക്കുന്നു, നമ്മൾ പറയുന്നത് അവരെ കേൾക്കുന്നു. അങ്ങനെ ഗ്രാജുവലി ഇവർ വളരുമ്പോഴും ഈ ഒരേ ടെമ്പോയിൽ ഇത് അപ്പൊ ഒരു റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്റ്റ്. കുട്ടിയാന്ന് പറഞ്ഞിട്ട് നമ്മള് അവനെ താഴ്ത്തി വെച്ചിട്ട് ഞാൻ പറയണത് നീ കേൾക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് നടക്കില്ല. മാം, യെസ്, ഒരു കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ഇതുപോലെയുള്ള കാര്യം പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ കുട്ടികൾ വൈകിട്ട് വന്ന് കളിക്കുക, അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, മാം പറഞ്ഞ പോലെ കടയിൽ പോകണം, അല്ലെങ്കിൽ കുട്ടി വന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ പാരന്റ്സിന്റെ പണി എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇതാ വന്നേ കുളിക്ക് സമയമായി, അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോ, ആ രീതിയിലൊരു ഓർഡർ മാതിരി അത് പറയാം. പക്ഷെ സ്വാഭാവികമായിട്ട് അത് കുട്ടികളെ നെഗറ്റീവായിട്ട് ഇപ്പൊ പറ്റില്ല അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ അങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ ആ പറയുന്ന ശൈലി ഒന്ന് മാറ്റി, മോനെ ഇത് കഴിഞ്ഞ ഒന്ന് വന്ന് കുളിക്കണേ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇവിടെ മോൻ കളിച്ചിട്ട് വന്നിട്ട് ഒന്ന് കുളിക്കണേ, അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോയി തരണേ എന്ന് പറയുമ്പോൾ അവര് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും, അനുസരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഇത്. ഇപ്പൊ മാം പറഞ്ഞപ്പോ അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാൻ നിന്നിച്ചത്. നമ്മളിലും ആ ചേഞ്ചസ് വരുവാണ് അല്ലെ. കാരണം നമുക്കത് എനിക്കൊക്കെ ശരിക്കും ഈ ഇതിന് ശേഷമാണ് ആ ഒരു ചേഞ്ച് മനസ്സിലായത്. എന്റെ കുട്ടികൾ അന്ന് കുഞ്ഞായിരുന്നു, സോ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. മോള് 4 വയസ്സും മോൻ ഒരു 1.5 ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു ബ്ലെയിമിങ് അതാണ്, കുട്ടികള് പറയുന്നത് കേൾക്കുന്നു, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അതെന്തോ ഭയങ്കര ഒരു ക്രൈം പോലെയാണ് ചില സമയത്ത്. അത് മാം എനിക്കും ഉണ്ട് അത്. ഉമ്മ ഉണ്ടല്ലോ സപ്പോർട്ടിന് പറയും ബാക്കിയുള്ളവര്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്തിന്റെ പിള്ളേര് പറയുന്ന കേൾക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുന്നത് ഇത് ഞാൻ. പക്ഷെ അത് കാരണം എന്താ, നമ്മുടെ ഫാമിലിയില് 5 മക്കളുണ്ടെങ്കിൽ 6ാമതായിട്ട് അവർ എന്നെയും കൂടെ ചേർക്കും. കാരണം എനിക്ക് അവരുടെ കൂടെ ഒരു സ്പേസ് എന്തുണ്ടെങ്കിലും അവര് പറയും. ചേച്ചിയുടെ മക്കളും ബ്രദറിന്റെ മോളും ആണെങ്കിലും ഈ ഇത്രയും 5 കുട്ടികളും കൂടെ ചേരുമ്പോഴേക്കും അവർക്കിടയിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം. അവർക്ക് ഞാൻ ചെല്ലുമ്പോ അവരുടെ പ്രൈവസിയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് ഇതുകൊണ്ട് കിട്ടിയതാട്ടോ, ഈ ഒരു മെത്തേഡ് മനസ്സിലായത് കൊണ്ട് അത് കിട്ടിയതാ. സോ നമുക്ക് കുട്ടികളെ ഏത് വഴി എത്ര ദൂരെ പോയി പഠിച്ചാലും നമുക്കറിയാം അവരെന്തൊക്കെ ചെയ്യും. എന്തെങ്കിലും അവർക്ക് പ്രശ്നം വന്നാൽ അവരാദ്യം നമ്മളെ വിളിച്ച് പറയും. അങ്ങനെ ഒരു ഇത്. സോ ഇതാണ് ഇപ്പൊ റെസ്പെക്ട് ഫോർ അതേഴ്സ്. അത് ശരിക്കും കുട്ടികൾ അവിടെ പഠിക്കുവാണ്. അപ്പൊ നമ്മളും ചെയ്യണം. കുഞ്ഞാണെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതിന്റെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ റെസ്പെക്ട് ചെയ്യണം. നെക്സ്റ്റ് റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് സ്പേസ്, മാറ്റ് അല്ലെങ്കിൽ ട്രേ. സംടൈംസ് ഈ പ്രാക്ടിക്കൽ ഏരിയയില് ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുന്നത് ട്രേയുടെ മുകളിൽ വെച്ചിട്ട് ആണ്. ഫണൽ കൂടെ കൊടുക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അല്ലെങ്കിൽ കുട്ടികൾ കുഞ്ഞു കൈകൊണ്ട് വലിയ വാട്ടർ കണ്ടെയ്നർ എടുത്ത് ജഗ്ഗിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ സ്പിൽ ഔട്ട് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു മോപ്പ്, ഒരു തുണിയും വെക്കുക, പിന്നെ ഫണൽ പോലുള്ള സാധനം കൊടുക്കുക. അപ്പൊ അത് വെച്ചിട്ട് അതിലൂടെ ഒഴിക്കുമ്പോൾ അധികം സ്പിൽ ഔട്ട് ചെയ്ത് പോവില്ല. ഒരു ക്ലോത്ത് വെച്ച് കഴിയുമ്പോൾ എങ്ങാനും വെള്ളം തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അവര് തന്നെ അത് ക്ലീൻ ചെയ്ത് തുടയ്ക്കും. സാധാരണ എന്താ നീ ഇതെന്ത് പണിയാ കാണിച്ചത്, ഞാൻ പറഞ്ഞതല്ലേ, മര്യാദക്ക് ചെയ്യാനും അറിയില്ല, നമ്മളൊന്ന് ഷൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടി ആകെ അങ്ങ് ഇൻഫീരിയർ ആയിപ്പോവും. ഒരു ഗിൽട്ടി ഫീലിംഗ്, ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോവും, ഐ എം നോട്ട് ഗുഡ് എന്നുള്ള അത് അവന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇംപ്രഷനായിട്ട് വരും. ഓക്കെ, അതും നമുക്ക് ശ്രദ്ധിക്കാം. ഈ വെള്ളം പോയാൽ തുടച്ചാ പോവാവുന്ന, അപ്പൊ തുടയ്ക്കാനും ഉള്ള ഒരു പ്രായമാണെങ്കിൽ അതും അവൻ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ചെയ്യും. നെക്സ്റ്റ് റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്. ലിമിറ്റഡ് സ്പേസിലാണ് അവർ ഈ മെറ്റീരിയൽസ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കും.
പിന്നെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് അവന്റെ ചോയ്സ് ആണ്. ഫ്രീ ആയിട്ട് അവിടെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്ത പോലെയാണ് ഓപ്പൺ സ്പേസിൽ വെച്ചിരിക്കുന്നത്, ഷെൽഫിൽ വെച്ചിരിക്കുന്നത്, അതെല്ലാം പോയി എടുത്ത് തന്നെത്താനെ അവരെ ചെയ്യാനായിട്ടുള്ളൂ. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓരോ കുട്ടി അവന് ഇഷ്ടമുള്ളത് എടുക്കുമ്പോൾ മറ്റൊരാള് ഡിസ്റ്റർബ് ആവുന്നില്ല. പിന്നെ നെക്സ്റ്റ് റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്. ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ അവർക്ക് കിട്ടുന്ന ഓരോ ക്വാളിറ്റീസ് ആണ്. കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു ഡിസൈൻഡ് എൻവയോൺമെന്റ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും അവന്റെ ചോയ്സ്, അവനുള്ള ഫ്രീഡം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ പോയി എടുത്തതാണ്, സോ ഐ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദിസ്. ആ ഒരു ഫീല് അവന്റെ ഉള്ളിൽ വരും. ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ അവന്റെ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും പ്രൊവൈഡ് ചെയ്ത് ഡെമോ കൊടുക്കുമ്പോഴും അത് തന്നെ. നമ്മൾ സൂക്ഷിച്ച മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പോൾ കുട്ടി ഭയങ്കര പവർ ഓഫ് അറ്റൻഷൻ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ഭയങ്കര കോൺസെൻട്രേഷനാണ്. നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഈ മെറ്റീരിയൽസ് എടുത്ത് ഇവർക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. കുട്ടി ചെയ്യുമ്പോഴും അവനും അതേപോലെ ടേക്ക് കെയർ ചെയ്യും. അതാണ് റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്. അങ്ങനെ എല്ലാം ചുറ്റുമുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അവനത് റെസ്പെക്ട് ചെയ്യും. റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്. മറ്റുള്ളവരോട് വളരെ ഒരു എന്താ പറയാ, അവരെ കെയർ ചെയ്യുന്ന രീതിയിൽ അവരോടൊരു റെസ്പെക്ട്ഫുൾ ആയിട്ട്, കട്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പെക്ട്ഫുൾ, ഒരു കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള നേച്ചർ. എപ്പോഴും അത് പ്രാക്ടീസ് ആവുകയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വെച്ചിട്ട്. അവനോട് തന്നെ ഒരു റെസ്പെക്ട് അവന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മെറ്റീരിയൽസിനോട് ഒരു റെസ്പെക്ട് അവനെ കണക്ട് ചെയ്ത്, ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്, സോ ആ ഒരു രീതിയിൽ ഞാൻ ഇത് ഭംഗിയായിട്ട് ചെയ്യും, ഞാൻ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. സോ ഹി ഈസ് റെസ്പെക്ടിങ് ഹിംസെൽഫ് അറ്റ് ദ സെയിം ടൈം മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പം ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഒക്കെ മാറും. എന്ത് കിട്ടിയാലും വലിച്ചെറിയുന്ന അങ്ങനെ ഒരു നേച്ചറൊക്കെ കുട്ടികളിൽ കാണാറില്ലേ. നമ്മൾ മറിയാം മോണ്ടിസോറി ആദ്യമായിട്ട് സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ കുട്ടികൾ ഭയങ്കര അജിറ്റേറ്റഡ് ആയിരുന്നു, വയലന്റ് ആയിരുന്നു, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആയിരുന്നു, ഡീവിയേറ്റഡ് കുട്ടികളായിരുന്നു എല്ലാവരും തന്നെ ഓൾമോസ്റ്റ്. പക്ഷെ പതുക്കെ അവർ അങ്ങനെയുള്ള കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് പ്രത്യേകം ഡിസൈൻ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിച്ച് പതുക്കെ ആയി കഴിഞ്ഞപ്പോ അവർ പതുക്കെ അറ്റ്മോസ്ഫിയറുമായിട്ട് അവരങ്ങോട്ട് മോജായി, അവരങ്ങ് ചേർന്ന് പോയി. അങ്ങനെ അവർ നോർമലൈസ്ഡ് നമ്മുടെ ഇതിലേക്ക് വരികയാണ്. നമ്മൾ നോർമലൈസ്ഡിന്റെ മോണ്ടിസോറി ഉദ്ദേശ നോർമലൈസേഷൻ നമ്മൾ പറഞ്ഞു, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവന്റെ ആക്ടിവിറ്റി അവൻ ചെയ്യുന്നു. അങ്ങനെ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡൾട്ടായി മാറുന്നു. അതാണ് നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റെസ്പെക്ട് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. മറ്റുള്ളവരോടുള്ള റെസ്പെക്ട്, മെറ്റീരിയൽസിനോട് റെസ്പെക്ട്, സ്വയമുള്ള റെസ്പെക്ട്, ചുറ്റുപാട് സറൗണ്ടിങ്സിനോടുള്ള റെസ്പെക്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് വൺ. ഞാൻ പറയാം മാം. 5ഉം 6ഉം 7ഉം വായിച്ചു. Okay, ma'am. Fifth one, progress at his own rate of development. No child is ever retreated in a Montessori environment. Each child is permitted to develop at his own rate. Since all activities in the Montessori environment are individually presented to each child, children are permitted to develop at his pace. No competition and rewards are permitted in the environment. In the classroom environment, we talk about independence within limits. We allow children freedom in many aspects. Sixth one, freedom of movement. Children are permitted to move around the classroom as they like, in whatever way they please. Play the inside as well as the outside of the classroom. Since of the freedom of movement, the Montessori classroom is not divided between work periods. Seventh one, freedom of choice. Children are free to select their own activities in the classroom. Freedom makes the child able to develop good working habits and sustained concentration. In order to have a selection of activities, the child must be presented with a variety of exercises designed for his auto education. So, fifth one, progress at his own rate of development.
നമ്മൾ ഒരു കുട്ടിയെ മാറ്റി നിർത്തില്ല, റിട്രീറ്റ് പുറകിലേക്ക് നീക്കി ബാക്ക്വേർഡ് ആക്കി നിർത്തില്ല. മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്, അതിലുള്ള അവരോടുള്ള റെസ്പെക്ട്, അവർക്ക് നല്ലൊരു സ്പേസ് കൊടുക്കും, അവരുടെ സ്പീഡ് അതിനെ റെസ്പെക്ട് ചെയ്യും. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ ആകില്ല മറ്റേ കുട്ടി. ഒരു കുട്ടി 10 minutes എടുത്താൽ മറ്റേ കുട്ടി ചിലപ്പോൾ 5 minutes കൊണ്ട് തീർക്കും, ചിലര് ഹാഫ് ആൻ അവർ എടുക്കുമായിരിക്കും. ബട്ട് എല്ലാവരുടെയും ആക്ടിവിറ്റീസിനെ റെസ്പെക്ട് ചെയ്യുന്നു. അവർക്ക് അവരുടെ their own rate, അവരുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ കമ്പാരിസൺ അവിടെ വരുന്നില്ല. അവൻ ചെയ്യുന്നില്ലേ, അവൻ നല്ല പെട്ടെന്നല്ലേ ചെയ്യുന്നേ, അതുപോലെ നിനക്ക് ചെയ്യാൻ പാടില്ല, ആ രീതിയിലുള്ള ഒന്നും അവിടെ ഹിസ് ഓൺ റേറ്റ്, ഹിസ് ഓൺ പേസ്, അവന്റെ സ്പീഡ്, അവന്റെ രീതി, ആ രീതിയിൽ അവന് ചെയ്യാൻ പറ്റും. പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആ ഫസ്റ്റ് കുട്ടികൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് കൊടുക്കും. നമ്മളുടെ പ്രസന്റേഷൻ തന്നെ ഇവരുടെ ഉള്ളിൽ പല ഐഡിയാസ് കൊണ്ടുവരുവാണ്. പറഞ്ഞില്ലേ, നമ്മൾ വളരെ സൂക്ഷിച്ച് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്ത് കാണുമ്പോൾ കുട്ടിയും അതുപോലെ തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യും. ഇനീഷ്യലി ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഇത് ഇവരുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പാരന്റ്സും കുട്ടികളും ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്ന് അസിസ്റ്റന്റും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റേഴ്സ് ആരെങ്കിലും അവരെ ഇൻവൈറ്റ് ചെയ്ത് അകത്തേക്ക് വിടും. അപ്പോൾ ഈ എൻവയോൺമെന്റിന്റെ മെയിൻ എൻട്രൻസിൽ ഗേറ്റ്, ആ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് വരുന്നത് ഗേറ്റ്, എന്നിട്ട് മിറ്റം കടന്ന് അങ്ങനെ ആ മെയിൻ ബിൽഡിങ്ങിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടർസ്, നമ്മൾ പ്രിൻസിപ്പൽ എന്നൊക്കെ സ്കൂളിന്റെ പറയുന്ന പോലെ തന്നെ ഡയറക്ടർസ് അവിടെ വളരെ പ്ലീസിങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അവര് ഈ കുട്ടിയെയും പാരന്റ്സിനെയും അകത്തേക്ക് കൊണ്ടുപോയി ഓരോ ഏരിയകൾ പരിചയപ്പെടുത്തും. അപ്പൊ പറയും, യു ഹാവ് ടു മൂവ് ജെന്റ്ലി, യു ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുട്ടിക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ പതുക്കെ സൂക്ഷിച്ചു നടക്കണം, സംസാരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. ആ രീതിയിലാണ് ഡയറക്ടർസും ചെയ്യുന്നത്. ജെന്റിലായിട്ട് മൂവ് ചെയ്യുന്നു, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഇവന്റെ ബ്രെയിനിലേക്ക് ഫീഡ് ആവുകയാണ്. അപ്പൊ അവനും യെസ്, ഐ ഹാവ് ടു മൂവ് ജെന്റ്ലി ആൻഡ് ഐ ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നുള്ളത് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ പല തവണ റിപ്പീറ്റ് ചെയ്തത് ഡയറക്ടേഴ്സ് പറയും. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടി പാരന്റും വരുമ്പോ കുട്ടി നോക്കുമ്പോ പാരന്റും അതുപോലെ തന്നെ ചെയ്യണം അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ഒരു കുട്ടിയെ കൊണ്ട് ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവര് നമ്മളോട് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഒരു കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അത് തന്നെ ചെയ്തു പോകൂലേ. അപ്പൊ കുട്ടി നോക്കുമ്പോൾ ഡയറക്ടേഴ്സ് അത് ചെയ്യുന്നു, പാരന്റ് അത് ചെയ്യുന്നു. അപ്പൊ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്, അപ്പൊ അവനും അത് ഫോളോ ചെയ്യും. ആ രീതിയിലാണ് ഇൻസ്ട്രക്ഷൻസ് വരെ കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ വടിയെടുത്ത് പേടിപ്പിച്ച് അടങ്ങിയിരുന്നില്ലെങ്കിൽ അങ്ങനെ കടി തരുന്നോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും അവിടെ വരുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ, നോ കോമ്പറ്റീഷൻ ഓർ ആൻഡ് റിവാർഡ്സ് ആർ പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. അത് പലപ്പോഴും നമ്മൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കുട്ടികൾക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കണ്ടേ, ഒരു അപ്രീസിയേഷൻ നല്ലതല്ലേ എന്നിങ്ങനെ. ഞാനൊരു വോളണ്ടിയർ ഗ്രൂപ്പിലുണ്ട് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ. അതിൽ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ, ഞാനാണ് അതിൽ ഏറ്റവും യങ്ങസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാലോ, പലരും 60+, 50+, 70+, 80 വരെയുള്ളവർ വരെ വോളണ്ടിയർ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് എല്ലാ മാസവും ഒരു മാഗസിൻ പോലെ ഇറക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരും ഞങ്ങൾ എഴുതുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അപ്പൊ അത് നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് മെയിലിലും വരും, വാട്സപ്പ് ഗ്രൂപ്പിലും അതിന്റെ PDF കോപ്പി ഉണ്ടാവും. അപ്പോ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അവിടുത്തെ മെയിൻ ഒരു സാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു, സാറിന് ഞാൻ ഉദ്ദേശിച്ച സാറ് പ്രായമായതുകൊണ്ട് കേട്ടോ ഞാൻ സാറെന്ന് വിളിക്കുന്നേ, അദ്ദേഹമാണ് കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയാവുന്ന ആളുമൊക്കെ. അപ്പോൾ ഈ ന്യൂസ് ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്ന എഡിറ്റോറിയൽ ബോർഡിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മാഷുണ്ട്. മാത്സ് എന്തോട്ടത്തെ മാച്ചായിട്ട് തോന്നുന്നു. ജസ്റ്റ് റിട്ടയർഡ് ആയിട്ട് 2 years അത്രേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഭയങ്കര പരാതി പോലെ പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ന്യൂസ് ലെറ്റർ ഇട്ടിട്ട് ആരും ഒരു തംസ് പോലും തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ അതിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞേ, ഞാനൊന്നും കൊടുക്കാറില്ല കേട്ടോ തംസ്. അപ്പൊ അതിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാർ ഇത് നമ്മളുടെ ഒരു ഗ്രൂപ്പാണ്, നമ്മളെല്ലാരും കൂടെ ചെയ്യുന്നൊരു വർക്ക്, അതിന് ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുപ്പോ തംസ് കൊടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോ ഞാൻ ചെയ്തിട്ട് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല കേട്ടോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോ സാർ വന്ന്, നിങ്ങൾ വളർന്നു അതുകൊണ്ടാണ്, അതായത് അത് നമ്മൾക്ക് അങ്ങനെ തോന്നില്ല. നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡൊക്കെ ആയി കഴിയുമ്പോൾ എന്നെ ഒരാള് എപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം തോന്നില്ല. നമ്മൾ അവിടെ സെൽഫ് ബൂസ്റ്റഡ് ആണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്.
നമ്മൾ നമ്മളെ മാത്രമേ ജഡ്ജ് ചെയ്യുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, ഇല്ലാന്നല്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാൻ അയാളെ മോട്ടിവേറ്റ് ചെയ്തു, അയാൾ പക്ഷെ എന്നെ തിരിച്ചു ചെയ്തില്ല, ആ ഒരു ഫീലൊന്നും നമ്മുടെ മനസ്സിൽ പിന്നെ ഉണ്ടാവില്ല. നമ്മൾ പക്ഷെ നമ്മളെ ജഡ്ജ് ചെയ്യും. ഞാൻ ആ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു, ഞാൻ ചെയ്തത് ശരിയായോ, അത് നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യണം. വേറൊരാളെ പക്ഷേ ചെയ്യാനായിട്ട് പോകരുത്. നമ്മൾ എപ്പോഴും നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം അതേഴ്സിന്റെ അടുത്ത്. അതേസമയം നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് നമ്മളോടൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഞാൻ ആ ചെയ്തത് ശരിയായോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അവിടെ നമുക്ക് ആൻസർ ചെയ്യാം. അല്ലാണ്ട് വഴി കൂടെ പോണവരെ കാരണവരെ ഒക്കെ ജഡ്ജ് ചെയ്യുക, നീ സംസാരിക്കുന്നത് ശരിയല്ല, അങ്ങോട്ട് കയറി. അത് നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം നമ്മള്. അങ്ങനെ പോയി ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ള അത് നമുക്കില്ല. ആ ഒരു പവർ ആർക്കും തന്നെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എവറി പേഴ്സൺ ഷുഡ് ബി നോൺ ജഡ്ജ്മെന്റൽ ബട്ട് സെൽഫ് ജഡ്ജ്മെന്റൽ. നമുക്ക് അനലൈസ് ചെയ്യണം. കാരണം നമ്മളെ വളർത്തുക എന്നുള്ളത് നമ്മളുടെ കാര്യമാണ്. സോ നമ്മളെ അനലൈസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് യെസ് ഐ എം ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാറ്റ് ചെയ്യാം. വേറൊരാൾ അത് ചെയ്തു തരണം എന്തത്ര നിർബന്ധം. അതാണ് ആ ഒരു വ്യത്യാസം. ഫീൽ ചെയ്യാറേ ഇല്ല ലൈക്ക് കൊള്ളാട്ടോ അങ്ങനെ. പക്ഷെ മീൻസ് പറയുമ്പോ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്നു എന്നുള്ളത് സത്യം. ബട്ട് വി ക്യാൻ ടെൽ ടു അതേഴ്സ്. മറ്റുള്ളവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ നല്ല ഡ്രസ്സ് നന്നായിട്ടുണ്ട് ഒക്കെ നമുക്ക് പറയാം, നല്ലപോലെ പാട്ടുപാടി അതൊക്കെ നമുക്ക് പറയാം. ബട്ട് നോട്ട് എക്സ്പെക്ട് ബാക്ക്. പറഞ്ഞാൽ സന്തോഷം, പക്ഷെ അങ്ങനെ കേട്ട് നമ്മൾ അങ്ങോട്ട് അതിന്റെ പീക്കിലേക്ക് പോകണ്ട. നമ്മൾ ചെയ്തതിന്റെ നമുക്കറിയാം, നമ്മുടെ ക്വാളിറ്റി നമുക്കറിയാം, നമ്മുടെ പവർ നമുക്കറിയാം. ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്താൽ വളരെ സന്തോഷം, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ബട്ട് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളിട്ട് പിന്നെ വേറൊരാള് പറഞ്ഞാൽ സന്തോഷം, അത്രയും. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. ചില ആളുകൾ അങ്ങ് ഡെസ്പായി പോകും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ. കുറ്റമാണെങ്കിൽ 100 പറയും. ഞാൻ ഒരു നല്ല കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പ്രതീക്ഷ ഹസ്ബൻഡിന് കൊടുക്കുക, മിണ്ടാതെ ഫുൾ കഴിച്ച് വടിച്ച് നക്കിയിട്ട് പോയി. ഒരു കോംപ്ലിമെന്റ് എനിക്ക് കിട്ടിയിട്ടല്ലോ, നല്ലതായതുകൊണ്ടല്ലേ ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയേ. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും, നിനക്ക് മര്യാദയ്ക്ക് വെക്കാറിയില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുമായിരുന്നു അല്ലെ. ബട്ട് അത് നമ്മള് പക്ഷെ ചിലരുടേത് കേൾക്കാൻ ഒരു സുഖമാണല്ലേ, അതുകൊണ്ടായിരിക്കും നമ്മളത് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഓർക്കുക, നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാറ്റ് ചെയ്യുക, ഐ എം ഗുഡ് എന്നൊന്ന് പറയുക. സോ അത്രയേ ഉള്ളൂ, അത് തന്നെ ധാരാളം. ഓക്കെ, സോ ഓക്കെ. അപ്പോ പ്രോഗ്രസ് അറ്റ് ഹിസ് ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. കുട്ടികളില് ഇതുപോലെ സ്റ്റാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതും. അപ്പൊ നമ്മൾ എന്താ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രൈസൽ കൊടുക്കാം, പക്ഷെ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹർട്ട് അതേഴ്സ്. കാരണം 10 കുട്ടികളുണ്ട്, ഒരാളെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കുഞ്ഞ് മനസ്സല്ലേ, അവർക്കൊക്കെ വേദനിക്കും. സോ ഓൾ ക്ലാസ്സിനെ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അപ്രൈസൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോൾ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. വേറൊരു കുഞ്ഞിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയേക്ക് റിവാർഡോ അപ്രൈസലോ കൊടുക്കണം. പക്ഷെ ബർത്ത്ഡേ വരുമ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ അവനെ വിഷ് ചെയ്തു, അത് ആ ഒരു കസ്റ്റം കുട്ടികൾക്ക് മനസ്സിലാവും. കാരണം എന്റെ ബർത്ത്ഡേ വരും, അപ്പൊ അന്നും ഇത് ചെയ്യും. അപ്പൊ അതൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്ന, അവർ സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളാണ്. ഓക്കെ, സോ നമ്മളിവിടെ ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് വിത്തിൻ ലിമിറ്റ്സ് ആണ് പറയുന്നത്. കുട്ടികൾക്ക് പല ആസ്പെക്ട്സിലും നമ്മൾ ഫ്രീഡം കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിരുന്നു അല്ലെ. ട്രഡീഷണൽ മെത്തേഡിൽ കുട്ടികൾക്ക് ഒരു അസൈൻ ചെയ്തിട്ടുള്ള ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവരൊന്ന് അനങ്ങണമെങ്കിൽ ടീച്ചറുടെ പെർമിഷൻ വേണം. ഇവിടെ അവർക്ക് എല്ലാത്തിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ 46 ഇയേഴ്സ് കഴിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ പഠിച്ച ഭയങ്കര ക്ലോസ് ആണ് ഇപ്പോഴും, ഫാമിലി ആയിട്ട്. അപ്പൊ ആ കുട്ടി എന്നോട് പറയുമായിരുന്നു, ഇതാദ്യം KG പഠിക്കുക, ഞങ്ങളുടെ ആ ഒരു സമയത്ത് KG എന്നുള്ള ആ ഒരു ഇത് കുറവായിരുന്നു. ഞാനൊക്കെ നഴ്സറിയിലാണ് പഠിച്ചത് കേട്ടോ. അന്ന് ചില പള്ളി സ്കൂളുകൾ ഉണ്ടായിരുന്നു, അവിടെ KG സെഷൻ ഉണ്ട്, സിസ്റ്റേഴ്സ് ഒക്കെ നടത്തുന്നത്. എന്റെ കുട്ടികളും പഠിക്കുന്നത് സിസ്റ്റേഴ്സ് ഒന്നും കുഴപ്പമില്ല, ഭയങ്കര സ്നേഹം കേട്ടോ, നല്ല പോലെ അവർ കുട്ടികളെ നോക്കും. നമുക്ക് കുട്ടികളുടെ മോറൽ സൈഡ് ഭയങ്കര പക്കയായിരിക്കും ഈ സിസ്റ്റേഴ്സിന്റെ കയ്യിൽ ഈ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത്. അങ്ങനെയുള്ള നല്ല സ്കൂളുകളും ഉണ്ട്. അപ്പൊ ആ കുട്ടി പഠിച്ച സ്കൂളിലെ സിസ്റ്റേഴ്സിന്റെ കാര്യം അതിങ്ങനെ പറയുമായിരുന്നു. LKG ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇതിന് യൂറിൻ പാസ് ചെയ്യണം.
കുട്ടികളല്ലേ, യൂറിൻ പാസ് ചെയ്യണം. സിസ്റ്ററോട് ചോദിച്ചു, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ഈ കുട്ടിയെ വിട്ടില്ല. ക്ലാസ് ഇരിക്കുന്ന ടൈമാണ്. ഇതിന് ഭയങ്കര വിഷമമായി, ഇതങ്ങ് കരഞ്ഞു. വീട്ടിൽ വന്നിട്ടും കരച്ചിൽ തന്നെ. കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടി, ആകെ ബുദ്ധിമുട്ടൊക്കെ ആയി. മറ്റുള്ള കുട്ടികൾ ചിരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എന്നോട് 5th സ്റ്റാൻഡേർഡിൽ വന്നപ്പോ എന്നോട് പറഞ്ഞ കാര്യമാണ്, അങ്ങനെ ആ സ്കൂളിൽ പഠിച്ചത്. ചേട്ടനും ഈ കുട്ടിയാ ഉള്ളത്. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഭയങ്കര ഇഷ്ടമാണ്, ചെറുതുമല്ലേ. ഭയങ്കര വിഷമായി. അവിടെ ചെന്ന് നല്ല വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റി സാധാരണ സ്കൂളിൽ കൊണ്ടുപോകുന്നാക്കി. അപ്പൊ 4ാം ക്ലാസ് വരെ ആൾ ആ സ്കൂളിൽ പഠിച്ചു. ഞാൻ ആ സമയത്ത് വേറെ സ്കൂളിൽ അതുപോലെ തന്നെ പഠിക്കുക പാരലലി. 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ആ സ്കൂളിൽ വെച്ചിട്ടുണ്ടായ അനുഭവം. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് ശേഷം 4 years കഴിഞ്ഞ് 5th സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു. ഭയങ്കര കൂട്ടായപ്പം അന്നുണ്ടായ ഒരു വിഷമം ഉള്ളിൽ അത്രയും അത് ആ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നല്ലോ, എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്ത് അപ്പൊ തന്നെ അതിന്റെ കണ്ണ് നിറയുക. KG സംഭവിച്ച കാര്യം കേട്ടോ, 4 വയസ്സിൽ സംഭവിച്ച കാര്യം 5th സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ കാണുമ്പോൾ എന്നോട് ഷെയർ ചെയ്യുമ്പോ തന്നെ കുട്ടി വല്ലാതെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വരും. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെന്തൊക്കെ ഓരോ സിറ്റുവേഷനിലും ചെല്ലുമ്പോൾ അവർക്ക് എന്തൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. ചെറിയ പ്രായമാണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം അത് കിട്ടും. നമ്മൾ ഇതുവരെയാണോ വായിച്ചത്? 6 വരെയാണോ വായിച്ചത്? 7 വായിച്ചു മാം. വായിച്ചോ? പിന്നെ ഇവർക്ക് പീരീഡ് ഒന്നുമില്ല. ട്രഡീഷണൽ സ്കൂളുകളിൽ 40 minutes ഈ സബ്ജക്ട്, അടുത്ത 40 minutes ഈ സബ്ജക്ട്. അപ്പൊ ഈ കുട്ടികളോട് 40 minutes ഇവിടെ തന്നെ ഇരിക്കണം ആ രീതിയിലൊന്നുമില്ല അവർക്ക്. ഞാൻ പറഞ്ഞല്ലോ, വരാന്തകൾ ഇങ്ങനെ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്റ്റഡ്. ഗേറ്റ് ലോക്ക് ചെയ്യും, കാരണം കുട്ടികളല്ലേ. നമ്മള് ഫെസിലിറ്റേറ്റേഴ്സ് ഒബ്സർവ് ചെയ്യും, ഇവർ എണീറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റി വിട്ടിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. കുട്ടികൾക്ക് പോകാം പുറത്തേക്ക്, നമ്മളും അവരെ വാച്ച് ചെയ്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് അല്ലെ, കുട്ടികൾക്ക് അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസും മെറ്റീരിയൽസും അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പൊ അത് അവരിൽ ഒരു ഡിസിപ്ലിൻ, ഓർഡർ, ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്സ്, കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരാൻ നോക്കിയിരിക്കും, സെയിം ആക്ടിവിറ്റി തന്നെ സെലക്ട് ചെയ്യും. പല രീതിയിലും ഇവർ മാനിപ്പുലേറ്റ് ചെയ്യും, പല രീതിയിൽ അവരത് പ്രസന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതല്ല അവരുടേതായിട്ടുള്ള ഒരു ഐഡിയാലും ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ ഉള്ള പ്രായമാണല്ലോ, ഇതെല്ലാം അവർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം നിങ്ങൾക്ക് മോണ്ടിസോറി പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തിയറി പാർട്ടാണ് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഈ ഒരു ഐഡിയ നല്ലപോലെ മനസ്സിലുണ്ടായാൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ ദെൻ, സോ നമുക്ക് നെക്സ്റ്റ് വീക്കേ നമ്മൾ കാണുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. ബൈ. മാം ഞാൻ സൈൻ ഔട്ട് ചെയ്യാൻ വിചാരിച്ചതാ, പക്ഷെ ഫോണിൽ ചാർജ് കുറഞ്ഞു, ചാർജ് ഇല്ല ഒട്ടും. നെക്സ്റ്റ് ഡേ നോക്കാം. സ്നേഹ എന്തായി? മാഡം ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം മാഡം. കാരണം സമയം പോകും, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന്. അതെ മാഡം, എനിക്ക് കുഞ്ഞുണ്ട്. അപ്പം അവളെയും കൂടെ ഇവിടെ ഞങ്ങള് ബാംഗ്ലൂരിലാണ്. അപ്പം അത്ര നൈബേഴ്സും പിള്ളേരും ഒക്കെ ഇല്ല. മെയിൻലി എനിക്ക് അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ട് പോകാമല്ലോ, അവക്കും ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് കരുതിയാ മാഡം. അപ്പൊ ഞാൻ കുറച്ചും കൂടെ സ്ട്രെസ് ആയി പഠിക്കാന്ന് വിചാരിച്ചു. കുഞ്ഞെത്രേ, എന്ത് പ്രായമുണ്ട്? അവക്കിപ്പോ 1.5 year ആയുള്ളൂ മാഡം. ഇരുന്ന് കളിക്കും, കുഴപ്പമില്ലല്ലോ? ഇല്ല, അവള് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ ചേഞ്ച് വേണം. പുള്ളിക്കാരിക്ക് ഒരേ സാധനം കൊടുത്താൽ അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് ഇങ്ങനെ ചേഞ്ച് ആകണം, പിന്നെ ഫ്രണ്ട്സ് വേണം, പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചോളൂ. ശരി. നമുക്ക് കുറെ മെറ്റീരിയൽസ് ഓൺലൈൻ അവൈലബിൾ ആണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക്. അവർക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ ഒരു മോനെ കൊണ്ട് ആ ഒരു ട്രെയിനി വന്നത്. അപ്പൊ ആ കുട്ടിക്ക് കളിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഷേപ്പിൽ ഇരുന്നിട്ട് അതിൽ കുറെ ബട്ടൺ പോലെ. അപ്പൊ ഇത് ഓരോന്നിലും ഓരോ നമ്പറാ.
കൗണ്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടുന്നു, ഉടനെ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടുന്നു. കുറെ നേരം അത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആണോ മാഡം? ഞാൻ കുറെ ചെക്ക് ചെയ്തു, പക്ഷെ ചിലതൊന്നും എനിക്ക് ഓൺലൈനിൽ കിട്ടിയില്ല. പിന്നെ ഞാൻ റേറ്റ് ഒന്നും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആണോ? ഞാൻ നോക്കട്ടെ മാഡം. നല്ല പിക്ചേഴ്സ് ഒക്കെ കിട്ടുന്ന ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ടെന്നൊക്കെ പറയണേ. ഫ്ലാഷ് കാർഡ്സ് അവൾക്ക് ഞാൻ മേടിച്ചു കൊടുത്തു, പക്ഷെ അവൾക്ക് അത് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. 22 വയസ്സൊക്കെ ആവണം. അത് അവള് ചുമ്മാ നോക്കി 2-3 പിക്ചേഴ്സ് നോക്കി അവൾ ഐഡന്റിഫൈ ചെയ്യും. ഇത് ഡോഗ്, ഇത് ക്യാറ്റ് അങ്ങനെ പറയും. പക്ഷെ കുറെ കഴിയുമ്പോ അവൾക്ക് ബോറ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യണം. നോക്ക്, നമ്മള് ഓരോ ഏജിനും ഉള്ള രീതിയിൽ അങ്ങനെ കാണും. പിന്നെ ബാംഗ്ലൂരൊക്കെ നിറയെ ഷോപ്പ് ഉണ്ടാവും കേട്ടോ. അവിടെ മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെ നല്ല രീതിയിൽ കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം സ്കൂളുകളുണ്ട്. ഇവിടെ അടുത്തൊരു മോണ്ടിസോറി സ്കൂളുണ്ട് മാഡം. അപ്പൊ ഞാൻ ആക്ച്വലി അവിടെ ചോദിക്കാം എന്നുള്ള രീതിയിലായിരിക്കുന്നത്. ഇതുവരെ ചോദിച്ചില്ല. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഡിഫറെന്റ് ആണ്. എന്നാലും എനിക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഇത് അറിയാം. പിന്നെ മാഡത്തിന്റെ ഇതും കൂടെ കേട്ടപ്പോ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി സത്യത്തിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും മാഡം ഒരു ക്ലാസ്സിൽ LKG പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര പാടായിരുന്നു. 60 മെമ്പേഴ്സിനെയൊക്കെ എന്റെ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പം അവര് ആന്ധ്രാക്കാരൊക്കെ ആയതുകൊണ്ട് അവരത്ര എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത്ര ആക്സെപ്റ്റ് ചെയ്യത്തില്ല. പിള്ളേരുടെ ബുക്കൊക്കെ പോയി നിങ്ങൾ നോക്കാഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് നമ്മുടെ മേൽ ബ്ലെയിം. ആദ്യമൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. അങ്ങനെ പിന്നെ പ്രിൻസിപ്പാൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് പിന്നെ കോൺഫിഡൻസ് കിട്ടിയത്. അന്നേരം അങ്ങനെ വേറെ പിള്ളേരെ നോക്കാൻ കഴിയുമ്പം എന്റെ കുഞ്ഞിനെ നോക്കണം എന്നുള്ളൊരു ഒരു പിന്നെ മമ്മി ആണേലും ടീച്ചറാണ്. അപ്പൊ മമ്മിയും ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഇതൊക്കെ എനിക്കറിയാം. അങ്ങനെ ഇവളെയും ഞാൻ നോക്കണമെന്നൊരിത്. ചെറുപ്പം തുടങ്ങിയ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് നല്ല അഡാപ്റ്റഡ് ആയി. സ്കൂളായിരുന്നു മൊത്തം ഞങ്ങളുടെ ഇത്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ എന്താ എനിക്കിപ്പോ ഇങ്ങനെ ടൈം അങ്ങ് പോവണ്ട, പിന്നെ സ്ട്രെസ് ആയാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചോദിച്ചു. കുറെ കുട്ടികൾ പുതിയ ബാച്ചിലേക്കൊക്കെ ജോയിൻ ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊക്കെ. നോക്കൂ, സമയം പോലെ ചെയ്യും. സത്യമായിട്ട് ഭയങ്കര സ്ട്രെസ് ആണ് മാഡം. കാരണം ഇവിടെ മദറിലോ അവരാരും ഇല്ല. ഹസ്ബൻഡ് വർക്കിന് പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കണം. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞപ്പം മെന്റലി ഭയങ്കര സ്ട്രെസ് ആയി പോയിട്ടുണ്ട് എനിക്ക്. അതാണ് ആക്ച്വലി ഞാൻ കുഞ്ഞുമായിട്ട് പുറത്ത് പോകാം, കുറച്ച് പുറത്ത് പോയി കഴിയുമ്പോൾ മിങ്കിളൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ് ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ചു മാഡം. ഓക്കെ, ചെയ്യാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസം ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാൻ പറ്റും. മാഡം. ഞാൻ ഏറ്റവും മിനിമം പറഞ്ഞത്, ലീസ്റ്റ് ടൈമാ പറഞ്ഞത് 30 മിനിറ്റ്സ്. എന്നിട്ട് നമ്മളുടെ ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് ഭയങ്കര അങ്ങനെ ടെൻഷൻ പിടിക്കേണ്ട ആക്ടിവിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം ചെയ്ത് ആ ഒരു ടൈം ആവുമ്പോൾ കംപ്ലീറ്റ്. മമ്മി എന്നോട് പറഞ്ഞു മാഡം, നീ ആ സമയമാകുമ്പോ ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ല, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ എന്തെങ്കിലും നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താലും. ജെസ്സി എന്നല്ലേ മമ്മിയുടെ പേര്? ജാൻസി ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, കഴിയാറായിട്ട്. മമ്മി എപ്പോഴും അതിനകത്ത് കോൺസെൻട്രേഷൻ. മമ്മി എപ്പോഴും എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം അങ്ങനെ പറയും. ശരി. ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും അവര് പാസ് ഔട്ട് ആവും. ഓക്കെ. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു ആ സമയത്ത് നീ ഇങ്ങോട്ട് വാ, അപ്പം ഞാൻ എല്ലാം പറഞ്ഞു തരാം, നീ അത്ര സ്ട്രെസ് ആകണ്ട, ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ്. ശരി, ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ചെയ്യൂ, റിലാക്സ് ചെയ്ത് തന്നെ ചെയ്യൂ, ടെൻഷൻ ആവണ്ട. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്, അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ മാഡം. താങ്ക് യു സോ മച്ച്. ബൈ.